എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. മണ്ണുത്തി എന്ന് പറയുന്ന സ്ഥലം അത് നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരിടമാണ്. മാർക്കറ്റ് റോഡിൽ നിന്നും ഇടത്തോട്ട് കഴിഞ്ഞാൽ കൊമ്പടക്കാട് കിട്ടും, കുണ്ടുകാട്, മാറ്റാമ്പ്ര ഒക്കെ പോകാം. അവിടേക്ക് പോകുന്ന സ്ഥലത്ത് ധാരാളം കൃഷി നേഴ്സറികളുണ്ട്, ചെടിയുടെ നേഴ്സറികൾ. നമ്മളൊരു നേഴ്സറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എത്രയോ മനോഹരമാണ് കാഴ്ചയിൽ. പലതരത്തിലുള്ള പൂക്കൾ, പലതരത്തിലുള്ളതായി ചെടികൾ, ആരുടെയും ഹൃദയം കവരുന്ന മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന വിധത്തിലുള്ള പൂക്കളാണുള്ളത്. അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തെ നേഴ്സറിയിലേക്ക് ചെന്നാൽ അതിലും മെച്ചപ്പെട്ടതായ പൂക്കളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെന്നാൽ അതിലും മെച്ചമാണ്. ഓരോ സ്ഥലത്തും മാറി മാറി ചെന്തോറും അതിൻ്റെ ഭംഗി, അതിൻ്റെ സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് മനുഷ്യനും ഒന്നും തൃപ്തനല്ല. ഒരു സ്ഥലത്തെ ആഹാരം കഴിക്കുമ്പോൾ തോന്നും അല്ല അടുത്ത ഹോട്ടലിലാണ് നല്ലത്, മനുഷ്യൻ അങ്ങോട്ട് പോകും. ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ഓർക്കും അല്ല ഇതിലും മെച്ചപ്പെട്ടത് മറ്റൊരു വസ്ത്രമാണ്. ഒരു വാഹനം കുറച്ചാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ വിചാരിക്കും അയ്യോ ഇതിലും നല്ല വാഹനങ്ങൾ വാങ്ങണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള മനുഷ്യൻ്റെ ഓട്ടമാണ്. മനുഷ്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, തൃപ്തരല്ല. എന്നാൽ യേശു തൻ്റെ അപ്പോസ്തലന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ പറഞ്ഞു. അവരെന്ത് കഴിക്കും, എന്ത് കുടിക്കുമെന്ന് ഉള്ള വ്യാകുലതയിലിരിക്കുമ്പോൾ യേശു പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്: ആകാശത്തിലെ പക്ഷികളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നതുമില്ല. അന്നുള്ള ആഹാരം അതിന് ലഭിക്കുന്നു. അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് മനുഷ്യൻ. ഈ ലോകത്തിൽ കരുതേണ്ടതില്ല, അന്നെന്നുള്ളത് മാത്രം തേടുക എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. യേശു തൻ്റെ ജീവിതയാത്രയിൽ ഇങ്ങനെ പറഞ്ഞു: ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പോയി. ആ വിതയ്ക്കാൻ കൊണ്ടുപോയ വിത്തുകൾ ചിലത് വഴിയരികിൽ വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലതോ പാറസ്ഥലത്ത് വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. ആളുകൾ റോഡിൽ കിടന്നതെല്ലാം ചവിട്ടി മുള്ളി ഞെരുക്കി. വെയിലിൻ്റെ ശക്തി വന്നപ്പോൾ കരിഞ്ഞുപോയി പാറപ്പുറത്തത്. എന്നാൽ നല്ല വിത്ത് വീണ സ്ഥലമോ വയലിൽ അത് 30ഉം 60ഉം മേനിയായി വളർന്നു വന്നു. നമ്മുടേതായിരിക്കുന്ന ആഗ്രഹങ്ങൾ, നമ്മുടേതായ താല്പര്യങ്ങൾ ഏതു വിധത്തിലാണോ അതനുസരിച്ച് ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയും. നന്മകൾ നമ്മുടെ ജീവിതത്തെ തേടിയെത്തും. നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരുമെന്നാണ്. അതുകൊണ്ട് യഹോവ ഇടയനായി കൂടെയുണ്ടെങ്കിൽ, യഹോവ കരുതുന്നവനായി കൂടെയുണ്ടെങ്കിൽ ഭയം വേണ്ട, അവൻ നന്മ കൊണ്ട് അനുഗ്രഹിക്കും.